ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബീനാസ് ക്രിയേഷൻസ്. ഇന്ന് നമുക്ക് ഒരു ഈവനിങ് സ്നാക്ക് പരിചയപ്പെടാം. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് വയലറ്റ് വഴുതനയായിരുന്നു. ഇത് പച്ച നിറത്തിലുള്ള വഴുതനയാണ്. വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമാണിത്. എഗ് പ്ലാന്റ് ഫിംഗേഴ്സ്, ബ്രിഞ്ചോൾ ഫ്രൈ, വഴുതന ഫ്രൈ എന്നൊക്കെ ഇതറിയപ്പെടുന്നു. സാധാരണ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ടെറസിൽ ഗ്രോ ബാഗിലാണ് ഇത് കൃഷി ചെയ്തിരിക്കുന്നത്. ആഗ്രയിൽ നിന്നും പതിവ് പോലെ വിത്ത് 15 രൂപയ്ക്ക് മേടിച്ചതാണ്. ചാണകപ്പൊടി, മണ്ണ്, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ ചേർത്ത് പോട്ടിംഗ് മിക്സ് നമുക്ക് തയ്യാറാക്കാം. അതിനുശേഷം വിത്ത് നട്ട് വിത്ത് മുളച്ച് 4 ഇലകളാകുമ്പോൾ തൈ മാറ്റി നടണം. ഓരോ ഗ്രോ ബാഗിലും ഓരോ തൈ വെച്ച് നട്ടു കൊടുക്കാം. നമ്മളിവിടെ ടെറസിലാണ് ഇതൊക്കെ നട്ടിരിക്കുന്നത്. നല്ല വെയിലുള്ളപ്പോൾ രാവിലെയും വൈകിട്ടും നനച്ചു കൊടുക്കണം. നല്ല വെയിലത്ത് നിൽക്കുന്ന പച്ചക്കറികളിൽ അധികം കീടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഇവിടെ വയലറ്റും പച്ചയും വഴുതന നന്നായി ഉണ്ടായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പാകമായ വഴുതന മുറിച്ചെടുക്കാം. അതിൻ്റെ ഞെട്ടിൻ്റെ ഭാഗം കുറച്ച് നീളത്തിന് വേണം മുറിച്ചെടുക്കാൻ. അച്ചായനാണ് കത്രികയിട്ട് മുറിച്ചെടുക്കുന്നത്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള പച്ചക്കറിയാണ് വഴുതന. കത്തിരിക്ക എന്നും അറിയപ്പെടുന്നു. വയലറ്റ്, പച്ച, വെള്ള എന്നീ നിറങ്ങളിൽ ഇവ കാണപ്പെടുന്നു. നമ്മളിപ്പോൾ ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട്. വഴുതന നന്നായി കഴുകി അതിൻ്റെ സ്കിന്ന് ഒരു പീലറോ കത്തിയോ വെച്ച് മാറ്റിയെടുക്കാം. ഇനി ഒരു പാൻ എടുത്ത് വഴുതന മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളമെടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി സ്കിന്ന് മാറ്റി വെച്ചിരിക്കുന്ന വഴുതന ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുക്കുക. ആദ്യം നേരെ വെച്ച് 3-4 ഭാഗമായിട്ട് കട്ട് ചെയ്യുക. പിന്നെ വഴുതന തിരിച്ച് വെച്ച ശേഷം വീണ്ടും അതുപോലെ കട്ട് ചെയ്തെടുക്കുക. എല്ലാ വഴുതനയും ഇതുപോലെ കട്ട് ചെയ്ത ശേഷം ഉപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം വീണ്ടും അതെടുത്ത് അതിൻ്റെ ജലാംശം മുഴുവനും കിച്ചൺ ടവലോ ടിഷ്യൂ പേപ്പറോ വെച്ച് നന്നായിട്ട് മാറ്റിയെടുക്കുക. ഇനി ഈ ഫ്രൈ ചെയ്യാൻ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് നോക്കാം. ബ്രെഡ് ക്രംസ് വേണം, ഓണിയൻ പൗഡർ വേണം, ഉപ്പ്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ, മൈദ 4 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഗാർലിക് പൗഡർ 1 ടീസ്പൂൺ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഓയിൽ വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അത് മിക്സ് ചെയ്യുന്ന കാണിക്കാം. 4 ടേബിൾ സ്പൂൺ മൈദയാണ് എടുക്കുന്നത്. 4 ടേബിൾ സ്പൂൺ മൈദയ്ക്ക് 2 ടേബിൾ സ്പൂൺ, ഇതിപ്പോൾ കാണിക്കുന്ന കോൺഫ്ലവർ ആണ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കുക. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഓണിയൻ പൗഡർ, 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ. ഇത് രണ്ടും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് വെളുത്തുള്ളി അതിൻ്റെ അകത്ത് ചതച്ച് ഒന്ന് ചേർക്കുന്നത് നല്ലതാണ്. നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി 1 സ്പൂണോ വിസ്കോ വെച്ച് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ഈ വീഡിയോയിൽ കാണുന്ന കൺസിസ്റ്റൻസിയിൽ നമ്മൾ യോജിപ്പിച്ച് എടുക്കുക. വെള്ളം ഒത്തിരി കൂടിയും പോകണ്ട, എന്നാൽ കട്ടിയും വേണ്ട. ഇതുപോലെ ഈ കാണുന്ന പോലെ നമ്മൾ ആക്കിയെടുക്കുക. അതിലേക്ക് നേരത്തെ ജലാംശം മാറ്റി വെച്ചിരിക്കുന്ന വഴുതന ഇതിനകത്തോട്ട് ഡിപ്പ് ചെയ്ത് അതൊന്ന് ആ പാത്രത്തിലേക്ക് ഒന്ന് ചരിച്ച് കാട്ടി അതിൻ്റെ ഇങ്ങനെ കൂടുതലുള്ളതിനെ മാറ്റിയ ശേഷം ബ്രെഡ് ക്രംസിലിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും ബ്രെഡ് ക്രംസ് ആയി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാറ്റി വയ്ക്കുക. എല്ലാ വഴുതനയും ഇതുപോലെ ചെയ്തെടുക്കണം. അതുപോലെ ബ്രെഡ് ക്രംസ് വാങ്ങണമെന്നില്ല. ബ്രെഡ് തന്നെ എടുത്ത് നമുക്ക് ഫ്രൈങ് പാനിൽ വെച്ച് ഒന്ന് ചൂടാക്കിയ ശേഷം മിക്സിയിൽ പൊടിച്ചെടുത്താൽ മതി. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്യുന്ന വെളിച്ചെണ്ണയിലാണ്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇവയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. പൊട്ടാസ്യം, സോഡിയം, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, സിങ്ക്, ഇരുമ്പ്, കാൽസ്യം, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള പച്ചക്കറിയാണ് വഴുതന. ഇപ്പോൾ ഒരു സൈഡ് നന്നായി ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് എടുക്കാം. ഇതിപ്പോൾ എണ്ണയിലിട്ടപ്പോൾ നന്നായി വിടർന്ന് ഇതളുകൾ പോലെ നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്.
ഇപ്പോൾ ഇത് പാകമായി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ പുറം നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റായിട്ടും കിട്ടും. ഇനി അതുപോലെ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ വഴുതനയും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടാമത്തെ നമ്മൾ ഇട്ട് കഴിഞ്ഞു. എണ്ണയിലിടുമ്പോൾ തന്നെ നമ്മളൊന്ന് ഇങ്ങനോട്ട് വിടർത്തി കൊടുത്താൽ മതി. നല്ല ഇതൾ പോലെ നമുക്ക് കിട്ടും. ഇപ്പോൾ സൂപ്പർ ടേസ്റ്റിൽ വഴുതന ഫ്രൈ, ബ്രിഞ്ചോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു സോസ് തയ്യാറാക്കാം. അതിനായി ടൊമാറ്റോ ചില്ലി സോസ് എടുത്തിട്ടുണ്ട്, മയോണൈസ് എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇത് മയോണൈസ് 1 സ്പൂൺ എടുത്താൽ അതേ പാകത്തിന് ടൊമാറ്റോ ചില്ലി സോസ് എടുക്കുക. രണ്ടും ഒരേ പാകത്തിനെടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നല്ലൊരു സോസായിട്ട് വരും. ഇത് നല്ലൊരു സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ ഇത് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. 2 ബ്രിഞ്ചോൾ ഫ്രൈ വെച്ച ശേഷം കുറച്ച് മല്ലിയില തൂക്കി കൊടുക്കാം. ആ സോസിലേക്ക് ഒരു മല്ലിയില വെച്ച് അലങ്കരിക്കാം. എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മളീ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സോസിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ മധുരവും പുളിയും എരിവും ഉപ്പും എല്ലാം കൂടി ചേർന്നുള്ള നല്ല സൂപ്പർ ഒരു ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.